നമുക്ക് പ്രാർത്ഥിക്കാം. പകൽക്കാലം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതോർ ദൈവത്തെ സ്തുതിക്കാം. ഈ വിശുദ്ധ ദിവസത്തിൽ വിശുദ്ധ ആരാധനയിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവകൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കിരുന്നാളുകളൊക്കെ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് പകൽക്കാലം നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ നീക്കുമുള്ളതെന്ന് ഹല്ലേലൂയ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പകൽക്കാലം പറയുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ അകർച്ചകളൊക്കെ മോചിക്കുന്ന ദൈവം, ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കുന്ന ദൈവം, ഹല്ലേലൂയ നമ്മുടെ അകർച്ചങ്ങൾക്ക് ഒത്തവണ്ണം നമ്മളോട് പകരം ചെയ്യാത്ത ദൈവം, ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Everyone seated in the sanctuary, hallelujah, lift your voices to the Lord and start praising him. Hallelujah, give thanks to the Lord for all what God has done in our lives. ഹല്ലേലൂയ. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ നീ കൊണ്ടുവന്നതാ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ദയ കർത്താവേ, നിന്റെ കരുണയാ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പുകഴുവാൻ, ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിന്നെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഞങ്ങളുടെ ആത്മാവ് ബലപ്പെടട്ടെ, ഞങ്ങളുടെ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. ആരാധനയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ കർത്താവേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധനെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് പാട്ടുകൾ പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. ദാസന്മാരെ ശക്തമായി ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിക്കണമേ. കർത്താവ് ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. നല്ല വചനം നൽകി തരണമേ, പ്രബോധനങ്ങൾ നൽകി തരണമേ, വചനങ്ങൾ ഞങ്ങൾക്ക് നൽകി തരണമേ, നല്ല സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തരണമേ. Hallelujah. Lord, we commit the service into your hands, O God. Be glorified, O God. Everything that we do, O God, let it bring glory to your name and your name alone, O God. Hallelujah. Bless us together, O God. We give you glory. In Jesus' precious name we offer this prayer. We will worship, and such a joy to have Pastor Eben Alex with us. He will lead us into songs and worship. Praise the Lord. Hallelujah. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. Hallelujah. യേശു കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാൻ, നിങ്ങളോട് ഒരുമിച്ചായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം എൻ്റെയും ജീവിതത്തിൽ ഒരുക്കുന്ന ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ പാട്ട് ഹല്ലേലൂയ പാട്ട് പാടിയപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ ലാസ്റ്റ് ഇവിടെ ആയിരുന്നപ്പോൾ ലാസ്റ്റ് പാടിയ പാട്ട് ആ ഒരു പാട്ടിലായിരുന്നു അന്ന് ഇവിടുന്ന് പോകുവാനായിട്ട് ഇടയായി തീർന്നത്. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകലിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ കർത്താവിന് സ്തുതി അർപ്പിക്കുവാൻ, കർത്താവിന് മഹത്വം അരേറ്റുവാൻ നമ്മെ ഓരോരുത്തരും കർത്താവ് സഹായിക്കട്ടെ. ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം ചെയ്യുന്ന കർത്തദാസന്മാരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഏകദേശം 18 വർഷത്തിന് ശേഷമാണ് സ്റ്റീവ് ചാൻ്റെ കൂടെ കർത്തദാസനോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, ചേച്ചിയോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം എൻ്റെയും ജീവിതത്തിൽ ഭാഗ്യം തരുന്നത്. കർത്താവ് എത്ര വിശ്വസ്തനാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ചേറ്റിലല്ലയോ കിടന്നതോർത്ത് നോക്കിയാൽ എന്ന് നമ്മൾ പാടും. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ പഴയകാല അനുഭവങ്ങളിൽ ഇത്രത്തോളം നമ്മളെ വഴി നടത്തിയതും പരിപാലിച്ചതും നമ്മുടെ കർത്താവാണ്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നമ്മൾ കണ്ണുകളെ അടച്ച് ഹൃദയങ്ങളെ ദൈവത്തിൽ ഏകാഗ്രമാക്കി നമ്മൾ ഒരുമിച്ച് ചില ഗാനങ്ങൾ പാടുമ്പോൾ മരണത്തെ ജയിച്ച ജയവീരനായ കർത്താവിനെ അല്പനേരം ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? സമ്പൂർണമായ സമർപ്പണത്തോടെ മറ്റെല്ലാ അന്യതാ ചിന്തകളും വെടിഞ്ഞിട്ട് കർത്താവേ, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവെന്ന്. അങ്ങനെയെങ്കിൽ ആ ഉറപ്പോട് അല്പനേരം ഒന്ന് കർത്താവിന് മഹത്വം കരേറ്റുവാൻ കഴിയുമോ? ഹല്ലേലൂയ. കുഞ്ഞാടേ വാഴ്ത്തുകേ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. കർത്തൻ നീ കർത്തൻ
എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന്. ഈ ലോകത്തിൻ്റെ ഈ ദിനങ്ങളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെ സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. കർത്താവേ, ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ, ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ നിഷ്കളങ്കരായി നിർമ്മലതയോടെ നിൽക്കുവാൻ. അപ്പാ, ഞങ്ങൾ ഈ ലോകത്തിൽ മറ്റൊന്നും നേടിയില്ലെങ്കിലും കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ കാണുവാൻ ഞങ്ങളെ കർത്താവെ അതിൽ നിന്ന് അകറ്റുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വരരുത്, എൻ്റെ കുടുംബത്തിൽ വരരുത്, എൻ്റെ കുഞ്ഞുങ്ങളിൽ വരരുതെന്ന പ്രാർത്ഥനയോടെ ആ ഒരു സമർപ്പണത്തോടെ പറയുവാൻ കഴിയുമോ? കൃപ ലഭിച്ച നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ദയ ലഭിച്ച നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കരുണ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വഴി നടത്തിയത് കൊണ്ടാണ്, കർത്താവ് നമ്മളെ ഓരോ നാളും പരിപാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവെ, വിശ്വസ്തയോടെ അങ്ങയുടെ സേവ ചെയ്യുവാൻ, വിശ്വസ്തരായി അങ്ങയുടെ സന്നിധി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ കരങ്ങളെ തട്ടി നമ്മൾ ഒരുമിച്ച് പാടി കർത്താവിന്റെ നാമത്തിന് മഹത്വം കരേറ്റാം. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോ
അങ്ങേക്ക് നന്ദി. അങ്ങേക്ക് നന്ദി എന്നത് ഒരു നിമിഷം നമ്മുടെ വായ്കളെ തുറന്നൊന്ന് പറവാൻ കഴിയുമോ? Thank you, Lord. Thank you, God. കർത്താവേ, Thank you, അവിടുന്ന് Lord. ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പിതാവേ. അപ്പാ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുവാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. Thank you, God. Thank you, അങ്ങേ God. ആരാധിക്കുവാൻ ഞങ്ങൾ അടുത്തു വരുമ്പോൾ മറ്റെല്ലാം മറന്ന് അങ്ങേക്ക് സ്തുതിക്കുവാൻ Thank you, Lord. Thank you, Lord. Thank അപ്പാ, you, Lord. ഞങ്ങളുടെ മനസ്സിന്റെ ചിന്തകൾ പല കാര്യങ്ങൾക്ക് മനസ്സിലേക്ക് കടന്നു വരാതെ അപ്പാ, അങ്ങയിലേക്കുള്ള ശ്രദ്ധയിൽ അങ്ങയിലുള്ള കോൺസെൻട്രേഷനിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം അപ്പാ. Thank you, God. Thank you, Lord. Thank you, Lord. Thank you, Lord. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഈ കോറസിന്റെ വരികൾ പാടുമ്പോൾ, കർത്താവേ, എൻ്റെ ജീവനേക്കാളും അവിടുന്നാണ് എനിക്ക് വലുത്. എൻ്റെ ആയുസിനേക്കാളും അവിടുന്നാണ് വലുത്. എൻ്റെ സമ്പത്തിനേക്കാളും എനിക്കുള്ള ബാങ്ക് ബാലൻസിനേക്കാളും എല്ലാം അധികമായിട്ട് കർത്താവേ അവിടുന്നാണ് വലുത്. അങ്ങനെയെങ്കിൽ ആ ഉറപ്പോടെ ഈ കോറസ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാടുവാൻ കഴിയുമോ? വരികളെ ഹൃദയത്തിൽ ഒന്ന് ധ്യാനിച്ചുകൊണ്ട്, കർത്താവേ, അതിൻ്റെ വരികൾ എന്നോട് സംസാരിക്കണമേ. എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതകൾ എന്നോട് കർത്താവേ അവിടുന്ന് ചൂണ്ടിക്കാട്ടണമേ എന്ന പ്രാർത്ഥനയിൽ ഒരു നിമിഷം ഈ കോറസ് ഒന്ന് പാടുവാൻ കഴിയുമോ? എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആലയത്തിൽ നിൽക്കുന്ന എല്ലാവരുടെയും കരങ്ങളിൽ പകൽക്കാലം ദൈവസന്നിധിയിൽ ഉയർത്തിക്കാട്ട്. Everyone who is in the sanctuary of the Lord, lift your hands to the Lord this morning. Remember
remember all what God has done in our lives and give thanks to the Lord for what He has done. അവൻ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവരും ഹല്ലേലൂയ, ആരും ആരുമായി നിൽക്കാതെ. Hallelujah, hallelujah. If God has done something in your life, open your mouth and speak to the Lord this morning. If there is anything to be praised and to give thanks to the Lord, hallelujah, lift it up to the Lord this morning. Let Him hear it loud and clear. Speak to the Lord. Tell Him, God, we love you so much for all what you have done, oh God. യേശുവിന്റെ നാമം ഉയരട്ടെ. Yes, 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 yes. അഭിഷേകത്തിന്റെ മുതൽ ശക്തി, അഭിഷേകത്തിന്റെ മുതൽ ശക്തി. Lift it up, lift it up, lift it up to the Lord this morning. ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതിക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ. Hallelujah, He's worthy to be praised. He's worthy to be honored. Hallelujah, hallelujah, hallelujah. Yes, 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 worship Him, worship Him, worship Him, worship Him. ആരാധിച്ചാണ് ദൈവമക്കളെ അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്. Thank you, Lord. Hallelujah. Hallelujah, hallelujah, hallelujah. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ഓ ആരാധന, Church, lift it up. ആരാധന, ചേർന്ന് പാടിക്കോ, ഒന്ന് ചേർന്ന് പാടിക്കോ. ആരാധന, കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയരട്ടെ. ആരാധന, അങ്ങേക്ക് ആരാധന. We worship you, we worship you. Yes, Lord. ആരാധന, Lift it up. ആരാധന. Yes, ആരാധന, Lord. ആരാധന, ആരാധന, ആരാധന. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചേ. ആരോഗ്യം തന്നത് ദൈവമല്ലേ? ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ കടന്നു വരുവാൻ നമുക്ക് യോഗ്യതകളൊന്നുമില്ല. നടത്തിയത് ദൈവമല്ലേ? കഴിഞ്ഞ ഒരാഴ്ച കണ്ടവർ എത്രയോ പേര് മരണം വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു ദിവസം കൂടെ ദൈവം ജീവിതത്തിൽ തന്നില്ലേ? ഒന്ന് നന്ദി പറ ദൈവ പൈതലേ. പരപ്രേരണ കൂടാതെ ഇന്ന് പകൽക്കാലം ദൈവം ചെയ്തതോർത്ത് നന്ദി പറ. അനേകർ രോഗത്തിലായിരിക്കുമ്പോൾ, പ്രയാസത്തിലായിരിക്കുമ്പോൾ, സങ്കടത്തിലായിരിക്കുമ്പോൾ
സന്തോഷവും സമാധാനവും തന്ന് ദൈവം നിന്നെ നിലനിർത്തുന്നില്ലേ? ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം ഹല്ലേലൂയ കൂടെ ഇരുന്ന് നമ്മെ പരിപാലിക്കുന്നില്ലേ? ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ കർത്താവ് ദാനമായി നൽകി തന്നില്ലേ? നന്ദി പറയാൻ എത്രയോ വിഷയങ്ങൾ ജീവിതത്തിലുണ്ട്. പാർപ്പിടങ്ങൾ തന്നു, സഞ്ചരിക്കാൻ വാഹനങ്ങൾ തന്നു, നല്ല ബന്ധങ്ങൾ തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംസാരിക്കുവാൻ ഹല്ലേലൂയ ശേഷി തന്നു, കേൾക്കുവാൻ കൃപ തരുന്നു, കാണുവാൻ കൃപ തരുന്നു. നന്ദി പറ ദൈവ പൈതലേ. ശമനാദരഗദലഗദന. ഹല്ലേലൂയ. ഹൃദയത്തിലെന്നെ വഹിച്ചതീന മുള്ളിൻ കുരുക്കാലിൽ വീണതില്ല. ഹൃദയത്തിലെന്നെ വഹിച്ചതീന മുള്ളിൻ കുരുക്കാലിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും യേശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും യേശിയില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേ നൽകുന്ന നീയാ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേ നൽകുന്ന നീയാ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണിയോ എന്നെ കരുതും ഉള്ളം കരത്തിൽ
സഹായിച്ചു. ആരാധിക്കുവാൻ കർത്താവ്, പാട്ടുകൾ പാടുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തി. കർത്താവിന്റെ അഭിഷിക്തന്മാരെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉപയോഗിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. മുൻപോട്ടുള്ള സമയം കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. Let's commit the rest of the service into the hands of the Lord. Let's pray. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒടുക്കുകില്ലവനേറ്റം ചതഞ്ഞതാമോടാ ഇടുക്കുകിൽ ലവൻ തിരി വാമി. ഒന്ന് പാടിക്കേ. ഒടിക്കുകിൽ ലഭിക്കും നാൾ വരെയും നടത്തും തൻ വിധി ജയം. ലഭിക്കും നാൾ വരെയോ തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം. സ്ഥാപിക്കും ന്യായം. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത ഭാര ആണ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ചപ്പെടുമാറാകട്ടെ. എല്ലാ സാക്ഷ്യങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാ, ചില ദിവസങ്ങളിൽ അത് അനുവദിച്ചു കൂടാതിരിക്കുവാൻ കഴിയാത്തതാണ്. അതിനൊന്നും സാരമില്ല. എന്നാൽ എല്ലാ ദിവസവും അങ്ങനെ അല്ലായിരിക്കും കേട്ടോ, അതും കൂടെ ഓർക്കണം. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വേർഡ് ഓഫ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. As we sit with the word of God, it is the Spirit of the Lord who should minister to us. Turn with me. I've started this portion and hopefully I'll be able to conclude within the time frame. Let's look to Acts chapter 16. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Book of Acts chapter 16. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം. വേദപുസ്തകമുള്ള എല്ലാവരും വേദപുസ്തകം ഒന്ന് തുറന്നാട്ട് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേദപുസ്തകം തുറക്കണം കേട്ടോ. All right. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം. I'm going to read 22 and on. Just listen. Then the multitude rose up together against them, and the magistrates tore off their clothes and commanded them to be beaten with rods. And when they had laid many stripes on them, they threw them into prison, commanding the jailer to keep them securely. Having received such a charge, he put them into the inner prison and fastened their feet in the stocks. Verse 25. But at midnight, Paul and Silas were praying and singing hymns to God, and the prisoners were listening to them. Suddenly, there was a great earthquake, so that the foundations of the prison were shaken. And immediately, all the doors were open and every chains were loosed. Hallelujah. All the doors were opened and everyone's chains were loosed. ഒന്ന് പറഞ്ഞ ദൈവവേദലേ. All the doors were opened. Amen. ബന്ധിച്ച് വെച്ചിരിക്കുന്ന, അടച്ചു വെച്ചിരിക്കുന്ന സകല വാതിലുകളും തുറക്കപ്പെട്ടു. ആരാ തുറന്നത്? ആരാ തുറന്നത്? ആർക്കു വേണ്ടിയാ തുറന്നത്? വചനം ഇന്ന് പകൽക്കാലം അതാ. ആമേൻ. ആർക്കു വേണ്ടിയാ സ്വർഗം ഈ വാതിലുകൾ തുറന്നത്? ആർക്കു വേണ്ടിയാ ബന്ധനങ്ങൾ, ചങ്ങലകൾ ദൈവം പൊട്ടിച്ചത്? For whom did God open these doors? For whom did God break open the chains? Amen. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ ദൈവവേദലേ. അതിൽ കിടന്നുറങ്ങുന്നവർക്ക് വേണ്ടിയല്ല, പ്രയാസത്തിന്റെയും കഷ്ടതയുടെയും സങ്കടത്തിന്റെയും മധ്യത്തിൽ യഹോവയുടെ മുഖം അന്വേഷിക്കുവാൻ തീരുമാനിച്ച
ഹല്ലേലൂയ. ദൈവദാസന്മാർക്ക് വേണ്ടി സ്വർഗം അടങ്ങിയിരുന്നില്ല. ദൈവം സ്വർഗം തുറന്ന് അടിസ്ഥാനങ്ങളെ ഒന്ന് കുലുക്കി. വചനം മനസ്സിലാകുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇന്ന് പകൽക്കാലം ദൈവമൈതലേ, സാഹചര്യങ്ങൾ എത്ര വിപരീതമായാലും, കഷ്ടതകൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിന് വിരോധമായി വന്നാലും, ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ ഉണ്ടെങ്കിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുമെന്ന് എന്ന് നീ ആത്മാവിൽ തിരിച്ചറിയുക. Amen, amen, amen. സാഹചര്യങ്ങൾ നിന്നെ ബന്ധിച്ചു വെച്ചേക്കാം, അല്ലെങ്കിൽ വാതിലുകൾ നിന്റെ മുൻപിൽ ലോകം അടച്ചു വെച്ചേക്കാം. എന്നാൽ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് വേണ്ടി വാതിൽ എപ്പോ തുറക്കണമെന്ന് ദൈവം തീരുമാനിക്കും. ലോകപരമായി ഈ വാതിൽ പകൽക്കാലം അല്ലെങ്കിൽ മാജിസ്ട്രേറ്റ് വരുമ്പോൾ അടച്ചു വെച്ചവർ, ജയിലർ വരുമ്പോഴേ തുറക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ ദൈവത്തിന്റെ പൈതലേ? ഹല്ലേലൂയ. ലോകം തീരുമാനിക്കുന്നത് പോലല്ല ദൈവം നിനക്ക് വേണ്ടി വഴികളും വാതിലുകളും തുറക്കുന്നത്. ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുമ്പോൾ, ആരും നോക്കാതിരിക്കുമ്പോൾ, നിന്റെ മേൽ ദൃഷ്ടി വെക്കാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അർദ്ധരാത്രി സമയങ്ങളിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ അറിയാതെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴികൾ തുറക്കുന്ന ദൈവമാണ്. ഇന്ന് ബലത്തോടെ വേണം ഇവിടുന്ന് പോകാൻ, കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൽ ബലപ്പെട്ട് വേണം ഇവിടുന്ന് പോകാൻ. വാതിലുകൾ അടഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇവിടുന്ന് പോകരുത്. ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പറഞ്ഞ് ഇവിടുന്ന് പോകരുത്. നിന്റെ മേൽ ബന്ധനത്തിന് അധികാരമില്ല. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ നിന്റെ മേൽ തുറക്കപ്പെടുമെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിച്ച് ഇന്ന് പകൽക്കാലം വചനം ഏറ്റെടുത്താൽ അത്ഭുതങ്ങൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവവൈതലേ, ഹല്ലേലൂയ. ഈ 16-ാം അധ്യായത്തിൽ നമ്മൾ we read this passage. Paul and Silas, they were moving through Lystra and all. We know that they chose Timothy. We read about it, and we read that they wanted to go to Galatia and then to Mysia and Bithynia and all. But you read chapter 16 and verse 6 on, you will understand the Spirit of the Lord did not permit them. പോകണ്ട എന്ന് പറഞ്ഞു അല്ലേ? ആമേൻ. അങ്ങനെയല്ലേ വായിക്കുന്നത്? അവർക്ക് പോകാൻ മനസ്സുള്ള ഇടത്ത് the Holy Spirit said don't go. Amen. അതെന്താ? അവിടെ പോയാൽ സുവിശേഷം പറയാൻ പറ്റത്തില്ലേ? ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് വിലക്കും. Are you with me? There are many things which the Spirit of the Lord will say no. Don't put your hand to that. കരങ്ങൾ അതിൽ വെക്കരുത്. പരിശുദ്ധാത്മാവ് വിലക്കുന്ന വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. Amen. പൗലോസും സീലാസും തർക്കിച്ചില്ല. Lord, we are doing your service. We are going for gospel. Why is the Holy Spirit denying us? Why is the Holy Spirit not permitting us? Right? They could have prayed, Lord, ഇത് ബന്ധനമാണെന്ന് തോന്നുന്നു, പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഈ ബന്ധനം ഒന്ന് അഴിയിട്ട് വിലക്കിയതിനെ കുറിച്ച് പ്രാർത്ഥിക്കാനൊന്നും പോയില്ല കേട്ടോ. ചില ബന്ധുക്കോസുകാരുണ്ട്, വിലക്കിയതിനെ കുറിച്ച് ഉപവസിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യും. നടക്കത്തില്ലെന്നേ. ഹലോ, ഞാൻ നിങ്ങളോടാ പറയുന്നത്. ആമേൻ. ദൈവം വിലക്കിയതിനെ കുറിച്ച് ഉപവസിക്കുകയും ചെയ്യരുത്, പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. അനുസരിച്ചാൽ മതി. അതിന്റെ മറ്റു ഭാഗം ഞാൻ പറയാം. അനുസരിച്ചാൽ വിളി ലഭിക്കും. ഹലോ, ഇന്ന സ്ഥലങ്ങളിൽ the Holy Spirit did not permit them to go to certain place, but because they obeyed the word, because they obeyed the Holy Spirit, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചത് കൊണ്ട് എന്ത് ലഭിച്ചു? മസിഡോണിയയ്ക്കുള്ള വിളി ലഭിച്ചു കേട്ടോ. മനസ്സിലായോ ദൈവമൈതലേ? when you obey Holy Spirit, നീ അറിയാതെ ഒരു വിളി നിനക്ക് ലഭിക്കും. Amen. When you obey the Holy Spirit, you will hear, you will see a vision, and you will have a call. നിനക്കൊരു വിളി ലഭിക്കുവാനായിട്ട് ഇടയായി തീരും. Let's move on. Now what happened? Come to chapter 16 and verse 16. There is this girl who is possessed. Right? And every day when Paul and Silas, 16ാമത്തെ വാക്യം മുതൽ മുൻപോട്ട് വായിച്ചാൽ, as we went to prayer, പ്രാർത്ഥനയ്ക്കായി പോകുമ്പോൾ എന്താ പറ്റുന്നത്? As they walk, this girl who is possessed, what is she saying? എന്താ പറയുന്നത്? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ എന്തെങ്കിലും തെറ്റ് പറഞ്ഞോ? ഹലോ, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ.
Did she say anything wrong? What is she saying? Oh, right. Who are they? These men are the servants of the Most High God who proclaim to us the way of salvation. നോക്കിക്കേ, ഭൂതം എന്താ പറയുന്നത്? ഭൂതം പറഞ്ഞതും പിടിച്ചതും സത്യമൊക്കെ പറയും കേട്ടോ. റൈറ്റ്? പൊസസ്ഡ് എന്നാ സത്യം വിളിച്ചു പറയുക എന്തുവാ? Right? She's possessed, but she's speaking out the truth. What is she saying? Listen to this men of God. They proclaim the way of salvation. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ ഇവർ വിളിച്ചു പറയുന്നത് എന്താ? What? രക്ഷാദാനം അല്ലെ? സാൽവേഷൻ, വേ ഓഫ് സാൽവേഷൻ ആ വിളിച്ചു പറയുന്നത്. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, എന്നെ ശ്രദ്ധിക്കണമേ. ഈ പുകഴ്ച പറയുന്ന ആരാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും പ്രശംസിക്കുമ്പോഴൊക്കെ അത് കേട്ട് ഗമ പിടിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. ദൈവമക്കളെ, റൈറ്റ്? ഈ ഭൂതം പിടിച്ചതൊക്കെ പ്രശംസിച്ചില്ലെങ്കിലൊന്നും സാരമില്ലെന്നങ്ങ് വെക്കണം കേട്ടോ. ചിലതൊക്കെ ഒന്നും പറഞ്ഞില്ല, കേട്ടില്ല എന്ന് പറഞ്ഞു വിഷമത്തോടെ വേണ്ടെന്നേ. നമുക്കെന്തിനാ? പ്രശംസിക്കുന്നവൻ പറ, നിങ്ങൾ പറ, എന്തിനാ പ്രശംസിക്കേണ്ടത്? Right? The one who delights, the one who should rejoice, let him rejoice in the cross of God, of Jesus. അല്ലേ? ക്രൂശിൽ പ്രശംസിക്കട്ടെ. നമുക്ക് പുകഴ്ചയൊന്നും വേണ്ട കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം എവിടെയാ ഓർക്കുന്നത്? നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. മനസ്സിലായോ? പുകർന്ന് വീർത്തിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ദൈവം ഓർക്കത്തില്ല, താഴ്ചയിൽ ദൈവം നമ്മെ ഓർക്കും. Amen. So what is this girl doing? She's shouting. Right? നമ്മളെ കുറിച്ച് ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഒരു 10 കിലോ വെയിറ്റ് അങ്ങ് കൂടും. നമ്മുടെ കേസിയുടെ കാര്യമേ അല്ല ഞാനീ പറയുന്നത്. നമുക്ക് അങ്ങനെ പ്രശംസയൊന്നും കേൾക്കുന്ന ഇഷ്ടമൊന്നുമല്ല. നമ്മളൊക്കെ നല്ല ഡിഗ്നിഫൈഡ് ആൾക്കാർ, അങ്ങനെ വേണം കേട്ടോ. ദൈവമക്കളെ ഉണ്ടോ? എല്ലാവരും ഇരിക്കുന്നത് കണ്ടോ? ഇപ്പൊ കിട്ടിയതിനെ സൂപ്പിടാന്നുള്ള ലക്ഷ്യത്തിനായിരിക്കുന്നത്. റൈറ്റ്? ഇത് എവറി ഡേ, ഒരു ദിവസമാണെങ്കിൽ വേണ്ടില്ല, എവറി ഡേ ഇറ്റ് ഇസ് ദ സെയിം തിങ്. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നുണ്ടോ ദൈവ പൈതലേ? ആരാ പറയുന്നത്, ആരാ പ്രശംസിക്കുന്നത്, ആരാ പുകഴ്ത്തുന്നത് എന്ന് മനസ്സിലാക്കണം കേട്ടോ. കേട്ടോ ദൈവമക്കളെ, കർത്താവിന്റെ ദാസന്മാരെ ശ്രദ്ധിക്കണേ. നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്ന ആരാണെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, നിങ്ങളെ അറിയാത്തവര്, എന്നെ ഇപ്പൊ ഏറ്റവും അടുത്തിരിക്കുന്നയാളെ, somebody who knows me very closely, if that person says anything about me, I will be a bit worried. എന്നെ അറിയാത്ത ഒരാൾ എന്നെ എന്തറിഞ്ഞിട്ടായി പറയുന്നത്, ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. അതല്ലേ എൻ്റെ ശരി? നിങ്ങളെക്കുറിച്ച് അറിയാത്തവന് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? അതുകൊണ്ട് നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? ഹലോ, ആരും ഹല്ലേലൂയ പറയുന്നില്ലല്ലോ. നിങ്ങൾക്കിത് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ലേ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? You should be concerned if somebody who knows you, somebody who knows you, really knows you, your ups and downs, your struggles, what you have gone through, നിന്റെ സാഹചര്യങ്ങൾ, വേദനകൾ, നിന്റെ സങ്കടങ്ങൾ അറിഞ്ഞ ഒരു മനുഷ്യൻ പോലും, ഹല്ലേലൂയ, നീ വന്ന വഴികൾ നന്നായി അറിയുന്ന ഒരു മനുഷ്യൻ പോലും ഒരു കാലത്തും സ്നേഹിക്കുന്നവരെ കുറിച്ച് കുറ്റം പറയത്തില്ല. വന്ന വഴികൾ അറിയാം. മനസ്സിലായോ ദൈവമൈതലേ? അറിയാത്തവരോ, വാലും തുമ്പും ഒക്കെ അറിയാവുന്നവരോ, മനസ്സിലായോ ഞാൻ പറയുന്നത്? അന്നേരം ദൈവസഭയെ, ദൈവമക്കളെ, അറിയാത്തവര് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ സങ്കടപ്പെടരുത്. Hello? If people gossip, badmouth, right? If they don't know you and if they keep talking about you, don't you get worried. അങ്ങനെ നടന്നോട്ടെന്നങ്ങ് വിചാരിച്ചങ്ങ് വിട്ടുകളയണം. റൈറ്റ്? ഈ പൗലോസിനും സീലാസിനും ഇത് കേട്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. റൈറ്റ്? സോ വാട്ട് ഡു വി ഡു? ഇഷ്ടപ്പെടാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നേ? പൗലോസിനും സീലാസ്, they knew what to do.
They were ignoring. ചിലതൊക്കെ എത്ര ഇഗ്നോർ ചെയ്താലും കയറി ഇനി വരും, ഇടിച്ചിടിച്ച് നിൽക്കും. എന്ത് ചെയ്യുന്നേ? അയ്യോ, എന്താ ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ? ഇങ്ങനെ ഒന്നും മനസ്സിലാകാത്തണോ? എല്ലാം പിടികൊട്ടും തന്നെ, എനിക്കറിയാം. എത്ര മാറി പോയാലും ഇടിച്ചിടിച്ച് നിൽക്കും, അല്ലേ? നാം സാഹചര്യത്തിൽ നിന്ന് എത്ര ഒഴിഞ്ഞു പോകാൻ നോക്കിയാലും പിടിച്ചു മുക്കാൻ നോക്കും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. പിശാച് ഏതു വിധേനയും നമ്മെ തകർക്കുവാൻ നോക്കും, കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ Paul and Silas, what did they do? The moment they understood, they were just trying to, get away from there. But one day, Paul was so annoyed, right? What did he do? He rebuked the spirit. Amen. എവിടുന്നാ വന്നേ? പോകുമോ? ഇപ്പോഴൊക്കെ ഭൂതം ഇറക്കുന്നത് ഇങ്ങനെയാ. എവിടുന്നാ വന്നേ? പോകാമോ? കാരണം പുള്ളിക്ക് എന്നെ നിശ്ചയമില്ല പോകുമോ ഇല്ലയോ എന്ന്, അല്ലേ? അധികാരം നമുക്ക് തന്നിട്ടില്ലേ? പാമ്പിനെയും ചെളിനെയും ചവിട്ടുവാനുള്ള അധികാരം പ്രാപിച്ച ദൈവ പൈതലേ, ശത്രുവിനോട് സംവാദമല്ല നിനക്ക് വേണ്ടിയത്. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങുവാൻ പറഞ്ഞാൽ ഇറങ്ങണം. അത് ആത്മാവിന്റെ കൃപ പ്രാപിക്കണം. Hallelujah. You are not called to converse with the enemy. In the name of Jesus, rebuke it and it will leave. That is the command. അധികാരം പ്രാപിച്ച ദൈവത്തിന്റെ പൈതല് പിശാചിനോട് സംസാരിച്ചാൽ നഷ്ടപ്പെടുന്നത് ഏതും തോട്ടമാ, കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ ദൈവ പൈതലേ? You who are called, hallelujah, to rebuke, have authority over the evil one. If you converse with the enemy, you are going to lose the Garden of Eden. തോട്ടം നഷ്ടപ്പെടാൻ ഹല്ലേലൂയ ഇടയാകരുത്, കേട്ടോ. പർദീസ നഷ്ടപ്പെടാൻ ഇടയാകരുത്, കേട്ടോ. ഹല്ലേലൂയ. പൗലോസും ശീലാസും ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഇറങ്ങുവാൻ കൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ പോകത്തില്ലെന്നോ ഇച്ചിരി മുടി തരാമെന്നോ ഇച്ചിരി കൂടെ നിൽക്കട്ടെന്നേ എന്നൊന്നും പറഞ്ഞില്ല, കേട്ടോ. ഹല്ലേലൂയ. കാരണം എന്താ? സകല നാമത്തെക്കാളും ശ്രേഷ്ഠമായ നാമം യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചപ്പോൾ ഭൂതം ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. വിഷയത്തിലേക്ക് വരട്ടെ. വിഷയമൊന്നും ആയിട്ടില്ല, കേട്ടോ. ഇത് കേട്ടപ്പോൾ ലാഭമൊക്കെ നഷ്ടമായി. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. Everything what the owners were gaining, they were losing it now. They lost it, right? So what did they do? They stirred up the crowd. They caught Paul and Silas. Hallelujah. And what did they do? They put them in prison. Hallelujah. നോക്കിക്കേ ദൈവ പൈതലേ, ദൈവനാമത്തിന് നിൽക്കുന്നവർക്ക് വേണ്ടി, every time it is the same thing. If you stand for the right things, the world will not understand. ഒരു കുഞ്ഞിന് വിടുതലായത്, റൈറ്റ്? ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വിടുതലായതല്ല അവരുടെ വിഷയം. അവരുടെ വിഷയം എന്തുവാ? ലാഭം നഷ്ടമായി പോയി. Are you with me? Right? It is not about the deliverance. It is not about this girl has been saved, delivered. What is the problem? They lost their gain. മനസ്സിലാകുന്നുണ്ടോ? ലാഭം നഷ്ടമായപ്പോൾ വിരോധമായി നിൽക്കുവാൻ തുടങ്ങി. പിടികിട്ടുന്നുണ്ടോ? ചില ലാഭങ്ങളൊക്കെ നഷ്ടമാകുമ്പോൾ ചിലരൊക്കെ വിരോധമായിട്ടൊക്കെ നിൽക്കും. ദൈവവചനമാണ്, റൈറ്റ്? എന്നാലും ദൈവ പൈതൽ എന്ത് ചെയ്യരുത്? വിഷമിക്കരുത്. Are you with me? സങ്കടപ്പെടരുത്. Hallelujah. So what did they do? Look at this. Hallelujah. Then the multitude rose up. അവരെ പിടിച്ച് തല്ലി മജിസ്ട്രേറ്റിന്റെ മുൻപിൽ കൊണ്ടുവന്നു. തുണിയൊക്കെ അവരുടെ വസ്ത്രങ്ങളെല്ലാം കീറി ഹല്ലേലൂയ അവരെ കാരാഗ്രഹത്തിനടുത്ത് അകത്ത് പൂട്ടി വെച്ചിരിക്കുക. ലോകത്തിന്റെ പദ്ധതി എന്തുവാ? Now listen to me. I'm stopping here. Right? ലോകത്തിന്റെ പദ്ധതി എന്താ? വിടുതലിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരെ പൂട്ടിയിടണം, അടച്ചിടണം. ഹലോ, ഹല്ലേലൂയ. കുടുംബമേ, ജീവിതമേ, ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന നിന്നെ ഈ ലോകത്തിന്റെ പദ്ധതി എന്തുവാ? പൂട്ടിയിടണം, ചെങ്ങലയിലാക്കി വെക്കണം, അടച്ചിടണം. നിനക്ക് പുറത്തിറങ്ങുവാൻ കഴിയാതെ വാതിലുകൾ അടച്ചിടണമെന്നാണ് ലോകത്തിന്റെ പദ്ധതി. മനസ്സിലാകുന്നുണ്ടോ?
ചിലവരോട് ആത്മാവിൽ നിന്ന് പകൽക്കാലം ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, ശ്രദ്ധിച്ചേ ദൈവവൈതലേ, ലോകത്തിന്റെ പദ്ധതി കേൾപ്പിക്കുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന് നിന്നെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ എത്ര പൂട്ടി വെച്ചാലും, എത്ര അടച്ചു വെച്ചാലും, എത്ര കാലോ കയ്യോ ആമത്തിൽ വെച്ചാലും, എത്ര ചങ്ങല കൊണ്ട് പൂട്ടിയാലും, ഹല്ലേലൂയ, സ്വർഗം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അടിസ്ഥാനങ്ങളെ കുലുക്കുന്ന ദൈവമാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ. ഏറ്റെടുത്ത ഇന്ന് പകൽക്കാലം ഈ വചനം. ഹല്ലേലൂയ. ലോകം അവരെ അടച്ചു വെച്ചു. The world, hallelujah, put them in the prison. The world put chains over them. Hallelujah. The world shut the doors against them. Hallelujah. But heaven had different plans about Paul and Silas. വചനം കേൾക്കുന്ന ദൈവവൈതലേ, ലോകത്തിന്റെ പ്ലാൻ അല്ല ദൈവത്തിന് നിന്നെ കുറിച്ച്. Hello, are you listening? Hallelujah. ലോകത്തിന്റെ പദ്ധതിയല്ല ദൈവത്തിന് നിന്നെ കുറിച്ച്. ലോകത്തിന്റെ പദ്ധതിയല്ല സ്വർഗത്തിന് നിന്നെ കുറിച്ച്. ലോകം അടച്ചിടുവാൻ നോക്കുമ്പോൾ, ലോകം ചങ്ങലയിലാക്കുവാൻ നോക്കുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതി വഴികൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടണം. ദൈവത്തിന്റെ പദ്ധതി വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടണം. ദൈവത്തിന്റെ പദ്ധതി ചങ്ങലകൾ പൊട്ടിക്കണം. അതാ ദൈവത്തിന്റെ പദ്ധതി നിന്നെ കുറിച്ച്. ഹല്ലേലൂയ. ആരാധിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ ദൈവവൈതലേ, ചെങ്ങലയിലാക്കിയവർ, അടച്ചുപൂട്ടിയവർ വീട്ടിൽ പോയി പദ്ധതികൾ ഇടുക, നാളെ എന്ത് ചെയ്യണമെന്ന്. അല്ലേ? Are you listening to me? The people who put them in the dungeon, put them in the prison, bound them in chains, they went home, they're relaxing, they are planning what should we do next to them. Tomorrow morning we have to get hold of them. What should we plan? We bet them enough, we bashed them enough, right? We tore off their clothes, all that is good, but what tomorrow? Hallelujah. വേദനിപ്പിച്ചവർ പിന്നെയും നാളെ നിന്നെ വേദനിപ്പിക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ, പദ്ധതികൾ ഇടുമ്പോൾ, ശ്രദ്ധിച്ചേ ദൈവമൈതലേ, ആരോടോ പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ലോകം ഇന്ന് വേദനിപ്പിച്ചവർ, ഇന്ന് സങ്കടത്തിലാക്കിയവർ, ഇന്ന് ഹല്ലേലൂയ ദുഃഖത്തിലാക്കിയവർ, ഹല്ലേലൂയ നാളെ നിന്നെ എങ്ങനെ സങ്കടപ്പെടുത്തണമെന്ന് പദ്ധതികളിടുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. വിടുതലിന്റെ ഒരു രാത്രി അടിസ്ഥാനങ്ങളെ കുലുക്കി ദൈവ കുഞ്ഞിനെ, ദൈവ പൈതലങ്ങളെ വിടുവിച്ചു കൊണ്ടുവരുന്ന ഒരു സ്വർഗമാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ. ഒറ്റപ്പെടുന്ന രാത്രികളുണ്ടോ? സങ്കടപ്പെടുന്ന രാത്രികളുണ്ടോ? എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെടുന്ന രാത്രികളുണ്ടോ? ലോകം പദ്ധതി ഇടുന്നെന്ന് അറിഞ്ഞിട്ട് പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ കിടക്കുന്നത് കേട്ടോ. Right? They know it. Paul and Silas, they know it, that the enemy is planning against them. Hallelujah. Paul and Silas know tomorrow is not going to be an easy day for them. Are you listening to me, somebody here? Hallelujah. Paul and Silas, they know tomorrow it's going to be a difficult day for them, but they did not cease to worship God. Hallelujah. നാളെ ഭാരമുണ്ട്, നാളെ പ്രയാസമുണ്ട്, നാളെ കഷ്ടതയുണ്ട്, അതൊന്നും ഓർത്തവർ സങ്കടപ്പെട്ടില്ല. ഇന്ന് രാത്രി ലഭിച്ച സമയം ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ അടിസ്ഥാനങ്ങൾ പൗലോസിനോ സൈലസിനോ കുലുക്കാൻ പറ്റത്തില്ല. കേട്ടോ ദൈവമൈതലേ, നിനക്ക് കുലുക്കാൻ പറ്റാത്തതിനെ ദൈവം കുലുക്കും. നിനക്കഴിക്കാൻ പറ്റാത്തതിനെ ദൈവം അഴിക്കും. ആരോടോ ശക്തമായി ദൂത് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറഞ്ഞത്, ഏറ്റെടുത്ത ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശ്രമിച്ചാലും പൗലോസിനോ സീലാസിനോ അടിസ്ഥാനങ്ങൾ കുലുക്കുവാൻ കഴിയത്തില്ല. പൗലോസിനും സീലാസിനും ശ്രമിച്ചാലും വാതിലുകൾ തുറക്കുവാൻ കഴിയത്തില്ല. പൗലോസിനും സീലാസിനും ശ്രമിച്ചാലും ചങ്ങലകൾ പൊട്ടിക്കുവാൻ പറ്റത്തില്ല, പുറത്തു വരുവാൻ കഴിയത്തില്ല. നിനക്ക് കഴിയാത്തത് നിനക്ക് വേണ്ടി ചെയ്തു തരുവാൻ സ്വർഗത്തിലെ ദൈവം ദൂതനെ അയക്കുന്ന ദൈവമാണ്. ഏറ്റെടുത്താടുന്ന പകൽക്കാലം എല്ലാവരും ഒരു നിമിഷം എന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ വചനം ഇന്ന് പകൽക്കാലം ശക്തമായി നിങ്ങളോട് വിളിച്ചു പറയുമ്പോൾ ഏറ്റെടുത്ത ദൈവമൈതലേ, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവം, വാതിൽ തുറക്കുന്ന ദൈവം, ഹല്ലേലൂയ, നിനക്ക് പൊട്ടിക്കുവാൻ കഴിയാത്ത ചങ്ങലകളെ പൊട്ടിക്കുന്ന ഒരു ദൈവം. പരിശുദ്ധനെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. തന്ന വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു.
ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരങ്ങൾക്കായി സ്തോത്രം. വചനം ഏറ്റെടുത്ത എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. കൃപക്കളെ ഞങ്ങളെ പൊതിയണം. യേശുവിൻ നാമത്തിൽ തന്നെ. Praise God, church. Isn't it a beautiful morning? Amen. It says in Psalms 121, verse 1 and 2, I will lift up my eyes to the hills. From whence comes my help? My help comes from the Lord who made the heaven and earth. Let's all stand up together and worship this morning. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know, yes I know, He holds my future. And life is worth the living just because He Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know, yes I do, He holds my future. And life is worth the living just because
church, let's sing it loud. Sing a little louder. Sing a little louder. Sing a little louder. Sing a little louder. In the presence of my enemies, sing a little louder. Louder than the unbelief, sing a little louder. My weapon is a melody, sing a little louder. Heaven comes to fight for me, oh, sing a little louder. In the presence of my enemies, sing a little louder. Louder than the unbelief, sing a little louder. My weapon is a melody, sing a little louder. Heaven comes to fight for me, I'm gonna sing in the middle of the storm. Louder and louder, you're gonna hear my praises roar. Up from the ashes, hope will arise. Death is defeated, the King is alive. I'm gonna sing in the middle of the storm. Louder and louder, you're gonna hear my praises roar. Up from the ashes, hope will arise. Death is defeated, the King is alive. I'm gonna sing in the middle of the storm. Louder and louder, you're gonna hear my praises roar. Up from the ashes, hope will arise. Death is defeated, the King is alive. Sing a little louder, 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 sing a little louder. In the presence of my enemies, sing a little louder. Louder than the unbelief, sing a little louder. My weapon is a melody, sing a little louder. Heaven comes to fight for me, sing a little louder. In the presence of my enemies, sing a little louder.
You deserve the praise. Lord, worthy is your name. Come on, church, let's all sing it again. Worthy is your name, Jesus. You deserve the praise. Lord, worthy is your name. Worthy is your name, Jesus. You deserve the praise. Worthy is your Lord, your name is worthy. Your name is holy. You are the one that we adore. You're the one that we praise. Lord, this morning we want to come into your presence and worship you. We will raise a hallelujah louder than anything that is there. Because you are worthy. Because you have defeated death in its own grave. And we thank you, Abba Father, for that love. Lord, together we bow down and we worship you. For you are our Lord of Lords and you are our King of Kings. And there is no one like you, Abba Father. We thank you. Be exalted on our praises. Be lifted high, our King, our Master, our Author of life. We thank you. And all God's people said, Amen. Please be seated. Praise God. Hallelujah. Hallelujah. Praise God. Wonderful to be in God's presence. Amen. Good to see all of you here smiling on a Sunday morning. The joy of the Lord is my strength. The joy of the Lord is my strength. When we come into the presence of God, when we are in God's presence, the joy of the Lord should fill us. Amen. For the past couple of weeks, we've been learning of Out of the Box, and we've been going really, really deep. And I thought I will just start with Moses, maybe in one or two, I will try to finish it. But as I go deeper in, I understand that this person, Moses, and everything that God did through him is so huge, I don't think I'll have to make another sermon out of him, or a series out of this person. Like, I'm just going to cover one point today, and I thought, wow. How does God work through this leader that everyone thought, or people thought, that this person is not really fit to be a leader because he was a short-tempered person. We looked into that. And God is working through this person and doing great things, right? See, God wants to do great things to you, and your weaknesses will not keep you back. You know why? Because God's strength will start working in you. Where there is your weakness, God will put his strength upon you, pour his strength upon you, and God will work in that weakness. Amen? For the past couple of weeks, we've been learning about Noah the knower, Abraham, God's friend, Jacob, the blessed one, Joseph, the dreamer, Miriam, the prophetess, Deborah, the judge. Then we come to Moses, the patient leader. We see that from Exodus to Deuteronomy. And we see the call. We looked into the call first. Then we looked into the making of a leader, how Moses was made to be a leader. And we looked into how we need to move out, to move to your destiny. We need to move out of a comfort zone, and that we need to have an experiential power of God and being prepared to wait upon God. All these things we looked upon. Amen? And this morning, I want to take your attention to Exodus chapter 15, verse 22. Exodus chapter 15, verse 22. It reads like this. So Moses brought Israel from the Red Sea. Then they went out into the wilderness of Shur. And they went 3 days in the wilderness and found no water. Amen? How many of you had water this morning? All of us. These people, imagine their agony, imagine their problem that
these Israelites are facing. They're running away from their enemy. Imagine you running for some time, and after you run for some time, what's the next thing that you do? You drink water. These people are running away from slavery, from bondage, and they take something with them, maybe some water, so that they can, just suffice their thirst for the initial time being. They're not sure what the future holds, but they're just going ahead. Right? They're leaving everything that held them back, and they're going ahead, and they see that there is no water. And they're 3 days without water. After crossing of the Red Sea, the people of Israel saw how God led them, and God used Moses. They're so happy. They're like, yes, all my fears, all my slavery, all my bondage is left behind. Isn't it our story as well? How many times has God helped us? How many times have we been in a situation that slavery, bondage has kept us back? Amen. But now God is telling, I am taking you out of that bondage and slavery and putting you in a new land, a promised land. But sometimes we still look back and say, oh, the life. When problems come and hit us hard, we say, oh, the life that I had. Was it all worth it? My dad, when he moved out of, he was one of the board of directors for Gospel for Asia for a long time. And my mom's family is a very Orthodox family. It's from an Orthodox background. And she came to faith with her brother alone. And when she came out, and the first thing that my Appachan had a problem, or my grandfather had a problem, was, who is going to give you a guy? That was the initial problem. I'm sure many of you coming from a denominational background would have faced it, right? And my mom was put out of the house, and she had to stay with her brother for almost 6 months, and my grandfather wouldn't take my mom back inside the house. When my Dad's alliance came and all this got set up, my Appachan was happy. But when God spoke to Dad to leave from Gospel for Asia, GFA, or the Believers Church as you know it now, the question that my Appachan raised to my dad, are you Abraham that you are leaving all your land and going out? What is it all that you have? What are you looking at? We paid a price. My dad paid a price. But let me tell you, the experience of tasting God is like no other. Experience of tasting God is like no other. I can tell I went through hard situations. I can say my lunch sometimes was one piece of bun. I had hard times. And I look back at that hard times and say, was it all worth it? Absolutely. It taught me God's faithfulness. It taught me God's righteousness. It taught me how beautiful my dear Lord is. People can say, oh, I don't understand that. We need to have an experiential understanding of God. Coming to this, we see that Moses is coming here, and the children of Israel is thanking the Lord first. Moses helped these people come out of Israel. Not changing your attention to a person, but looking back to God is important. Here, Pastor Jonathan is not at all important. Yes, I might be a pastor here, but our reverence should be on Jesus Christ alone. Do not put your focus on a person, but put your focus on God. Do not put your focus on a person or depend or look for a help to a person, but look at God for your help. And when you look at God for your help, what happens is our situation changes. Amen? What we see in Exodus chapter 15, verse 1 to 18, is the Lord becoming a salvation to Israel, even though Moses was instrumental. Moses was instrumental, but God is becoming a salvation for Israel. And coming out of this, they come to this place in the wilderness of Shur, and the problem they're facing right now is no water. Probably Moses knew this land very well. Moses knew this place because in the wilderness he might have seen this place. I'm just thinking. And he's coming and he knows that going through this place, there is no water here.
And these people are coming to him and crying out. What does it say? When they came to Mara, they could not drink the waters of Mara, for they were bitter. Therefore, the name of it was called Mara, bitterness. This morning, my sermon is entitled, as sub-entitled, I would say, Mara, bitterness to sweetness. Tell with me, Mara, bitterness to sweetness. The Lord wants to change some bitter situations into your life into a sweet situation. Amen. The bitterness that you had so many years, the bitterness that you held on for so many years, I want you to give it up for sweetness from the Lord. Amen. We see people may not always acknowledge a leader in you. Look at Moses. They're complaining to Moses. They did not acknowledge a leader who was made by God, who was ordained by God and sent before them. They did not acknowledge. But look at Moses. What was his initial thing? He cried out to God. In places where you feel so much of hatred, so much of bitterness, so much of complaining, cry out to God. In places that you feel that you are put to shame, cry out to God. Many times it is our human instinct to call our dear friends and share our problems. Even I do that sometimes. It's good to have godly friends. But our first turning should be always to God. My wife Kathleen always tell me that I turn to God. Let's turn to God. Cry out to God. Let's not put our trust in man. It's a human nature sometimes, human tendency to look into friends, human help. But God is telling, turn to me and I'll cry to me. I will help you out. That's what it says in verse 24. And the people complained against Moses, saying, what shall we drink? The problem as always. What shall we drink? What shall we eat? Right? It says, so he cried out to the Lord. Who? Moses. He cried out to the Lord and the Lord showed him a tree. Before we go into that. Even in Mara, even in bitterness, do not question God. Moses doesn't question God because he knows a God of answers is there for him. Even in Mara, Moses does not question God, but he sees and understands a God who answers his prayers. When you cry to God, God will answer your prayers. When you cry to God and say, Lord, this is the problem that I'm facing in my life, the Lord will come and work in your life. Amen? What were people trying to do? People tried to instigate and complain to Moses, but Moses looked to God. Many people, what they do is they instigate you, push you into doing something. Even though you don't want it, they will come up with all nice, soft words. They instigate you, push you into something. And then they will take a step back. Who is facing the brunt? People are like that sometimes. Do not instigate people to do certain things for your benefits or to complain against God or people. Don't push people into doing something against others. Don't instigate people. Stay grounded, stay low. Something that is really, really wanted by God. When people did this, what did Moses do? Did Moses say, you wanted to come out of Egypt and I had to help you? Did Moses say that? No. Moses cried out before God. This morning, my prayer is, church, cry out before God when there's a problem. Cry out before God when there's a situation of bitterness in your life. Cry out to God when you feel like nothing in your life is going in the way that you want. In your Mara, cry to God and do not complain. In your Mara, cry to God and do not complain. Many times in Mara situations, we become bitter. We become so bitter and our life becomes full of bitterness and sadness. Nothing works. When you look into 15 verse 25, it says like this, so he cried out to the Lord and the Lord showed him a tree. The word show here, when you transliterate from the real Hebrew, it means instructed and taught. How can you be instructed and taught? When you're close to God, when you're close to someone.
You know, we go to seminary and we are instructed in a lot of things. You go to universities. Why? Because you're instructed and taught certain things. You need to be in the university of God to be instructed and taught, and only then you will understand what you need to do next. You need to go into the presence of God, sit in the presence of God, and ask Him, Lord, teach me. Many times we do not want to be taught, but we want to teach. Many of our Christian leaders really want to teach, but they do not want to be taught because it is like ego problem for them. I say, let's be in a teachable spirit. Let's be in a teachable spirit. And it is very, very important. God taught Moses. Is God teaching you? Amen. Go with this question, Lord, are you teaching me? Or am I about everything? We need to be taught by God. How could a tree make a bitter water sweet? The question, how could a tree make a bitter water sweet? If you look closely and if you try to understand, this tree is the tree that carried Jesus. This tree is the tree that carried Jesus. It carried Jesus, and Jesus was carrying this tree. Till then, this tree was a cursed tree. It meant about death and curse. But when Jesus carried it, it becomes a symbol of hope and life. When you carry this tree and put it in the bitter water, what happens is the bitterness changes to sweetness. When this tree was cast into the bitter water, what happened next was unbelievable. The people were amazed. Wow, how did this happen? The bitter waters became sweet when they cast this tree into the bitter water. Cast Jesus into your bitterness and it will become sweet. Till then, this tree was all about curse and death. But when Jesus carried it, it became a symbol of hope and love. It became a symbol of life. Many times when problems happen in our lives, we become bitter in our soul. And this is dangerous. To have bitterness in your soul is dangerous. Turn with me to Hebrews chapter 12, verse 15. This is what it says. See to it that no one fails to obtain the grace of God. See to it that no one fails to obtain the grace of God. That no root of bitterness. It does not say a little root of bitterness. It says no root of bitterness. Say with me, no root of bitterness. Springs up and causes trouble. What happens when a root of bitterness comes? It springs up and causes trouble. When bitterness comes in your life, it springs up and causes trouble. And through it, many become defiled. Many become unworthy. Many get infected. When you have an infection that has become septic or it's becoming bad, worse day by day, if you just try to put a bandage over it, it's not going to happen. You need to cut it and clean it, scrape it and clean it. Only then will it start to heal. For the healing process to start to happen, you need to take away every bitterness. In your mind, if there is bitterness against your brothers or sisters, let me tell you, church, you need to ask for forgiveness. You need to ask for forgiveness to people. You need to ask forgiveness to God. God, I'm sorry. I'm keeping a bitterness against this person. I'm doing things one after another to hurt this person sometimes. The Lord says, stop doing it. Stop doing it. And how can we take this out? We need to put this bitterness away and make it into sweetness. How do we do it? What is the thing that we're supposed to do? Having this bitterness is grieving the Holy Spirit. Having this bitterness is grieving the Holy Spirit. Why? And that's why I told you in the beginning, the joy of the Lord is my strength. And having bitterness will not let this joy become our strength. This bitterness will cut down our joy. This bitterness will take away our joy. Turn with me quickly. I'm going to quickly finish here.
Turn with me quickly to Ephesians chapter 4, verse 30 to 32. I'm going to read it so quickly. And do not grieve the Holy Spirit, by whom you were sealed for the day of redemption. Let all bitterness, tell with me, all bitterness. We're going to read this verse together, okay? Together. Let all bitterness, wrath, anger, clamor, and evil speaking be put away from me. It says from you, but I'm saying from me. We're taking this person and telling that the word of God is telling me, and I'm going to obey this. Amen? It says, with all malice, with everything that is malice, put it away. And be kind. Together, we're going to say this one more time. And be kind to one another, tender-hearted, forgiving one another, even as God in Christ forgave me. It's very, very important, church. To take up bitterness from our life, this is what the word says. Practical steps to take away bitterness from our life. Let Jesus become our hope in the dark and bitter situations of our life. Let Jesus become our hope in the dark and bitter situations of our life. When you know that there are problems around you, when you know some sickness is holding you back, it might be some bitterness in your life that is holding it onto your body. Ask the Lord to forgive. Take away every bitterness. Be kind-hearted, tender-hearted, kind to one another, forgiving one another, even as Christ forgave us. Let's close our eyes and look to God in prayer. Dear God, we thank you. We love you, Abba Father, because you have spoken to us and you're turning our Mara, our bitterness, into sweetness. Lord, we submit ourselves, each one of us this morning, into your holy hands. Lord, many times we have turned bitter. Many times we have become so defiled by anger, clamor, malice, bitterness. Lord, we want all this to go away. Give us a heart like yours. We pray together. And we ask you to give us a kind and tender-hearted that is ready to forgive one another. We love you, Lord. And all God's people said, Amen. ശുദ്ധനായ ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു ആരാധനകളും ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. We thank you, Lord, for this privilege that you've given us, O God, to be in your holy temple and to bring glory to your name, O God. Thank you for everyone who came in, O God. I pray for your blessings to be upon them, O Lord. Hallelujah. And as your people depart, I pray for your presence to remain with them, O God. Through this week, O Lord, cover them, O God. Provide for them, O God. Protect them, O Lord. That your Shekinah cover them, O Lord Jesus. Hallelujah. Hallelujah. കർത്താവേ, നാട്ടിൽ പോകുന്നവരെ കർത്താവ് സൂക്ഷിക്കണം. നാട്ടിലായിരിക്കുന്നവരെ കർത്താവ് സൂക്ഷിക്കണം. നാട്ടിൽ നമ്മുടെ യാത്രയിലായിരിക്കുന്നവരെ കർത്താവ് സൂക്ഷിക്കണം. കർത്താവേ, ഓൾചാനിയ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യാത്രയിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരിക്കണം. കർത്താവേ, ബിജുബ്രതനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മടക്കയാത്രയിൽ കൂടിയിരിക്കണം. ജോജി ജെറിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മടക്കയാത്രയിൽ ദൈവ സാന്നിധ്യം കൂടിയിരിക്കണമേ. ഹല്ലേലൂയ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്പാ, ആട്ടിൻകൂട്ടത്തെ വലിയ ഇടയന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചയക്കുന്നു. കത്തുകൊള്ളണം, പരിപാലിക്കണം, സൂക്ഷിക്കണം. രക്തവെളുപ്പിൽ കത്തുകൊള്ളണമേ. ഹല്ലേലൂയ. അതിൽ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. Thank you for hearing us. In Jesus' precious name we pray. Please lift your hands and receive the blessings. May the love of God our Father, the grace of our Lord Jesus Christ, the sweet communion of Holy Spirit continue to be with us now and forevermore. All God's people said, Amen, amen, amen.